അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ കാണും പോലെ ബാത്റൂമിനകത്തുള്ള കൗണ്ടറുണ്ട്. ഈ കൗണ്ടറിൻ്റെ പുറത്താണ് നമ്മൾ ഈ വാഷ് ബേസിൻ വയ്ക്കുന്നത്. ഇത് നമ്മൾ കോർ കട്ട് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. നമ്മൾ ഈ 1.25 കോർ കട്ട് ചെയ്യണം. അതുപോലെ നമ്മൾ ഈ പില്ലർ കോക്കിന് കോർ കട്ട് ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 2 സൈഡ് ഒരേപോലത്തെ അളവെടുത്തിട്ടാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യാം. നമ്മൾ ഈ കാണുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബിറ്റ്, നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചിൻ്റെ കോർ ബിറ്റാണ്. ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കാണും പോലെ വാഷ് ബേസിൻ്റെ 1.25 ഇഞ്ചിനുള്ള ഹോളായിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ പില്ലർ കോക്കിനൊന്ന് മാർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ പില്ലർ കോക്ക്. ഈ പില്ലർ കോക്ക് നമുക്കിനി മാർക്ക് ചെയ്യാം. നമ്മളിവിടെ ഹോൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ 3/4 ഇഞ്ച് ബിറ്റിട്ടാണ് ഹോൾ ചെയ്യുന്നത്. നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ പില്ലർ കോക്കിന് ഹോൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വാഷ് ബേസിന് ഉറപ്പിക്കും. നമ്മൾ സിലിക്കോൺ അടിച്ചാണ് വാഷ് ബേസിന് ഉറപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ വാഷ് ബേസിനിൽ വേസ്റ്റ് കപ്ലിംഗ് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫുൾ ത്രെഡാണ് വേസ്റ്റ് കപ്ലിംഗ് വരുന്നത്. നമ്മൾ ഈ കാണുമ്പോൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ബേസിൻ പിടിപ്പിക്കാം. നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സിലിക്കോൺ അടിച്ചിട്ടാണ് വാഷ് ബേസിൻ അടിക്കുന്നത്. ക്ലിയർ ആയിട്ടുള്ള സിലിക്കോണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കാണുമ്പോൾ പില്ലർ കോക്ക് തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.